ഹായ് ഓൾ, ഇന്ന് നമുക്കൊരു സിമ്പിൾ പ്ലം കേക്ക് ഉണ്ടാക്കാം. നമ്മൾ ഫ്രൂട്ട്സ് ഒന്നും സോക്ക് ചെയ്യാതെയാണ് ഈ പ്ലം കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് മന്ന കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അതോടൊപ്പം തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് ഇനേബിൾ ചെയ്തിട്ട് ഓൾ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ആദ്യം നമുക്ക് പഞ്ചസാര കാരമൽ ചെയ്തെടുക്കാം. പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുവാണ്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എപ്പോഴും കാരമൽ ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതൊരു ഗോൾഡൻ കളറായിട്ട് വരട്ടെ. പഞ്ചസാര നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് തിളപ്പിച്ചിട്ടുള്ള 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ തിളച്ച് കയ്യിലേക്കൊക്കെ വീണ് പൊള്ളൽ വരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് കുറച്ചൊന്ന് അകന്ന് മാറി നിന്നിട്ട് വേണം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ബേക്കിംഗ് ടിൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ 1/2 കപ്പ് കറുത്ത മുന്തിരി ഇട്ട് കൊടുക്കുവാണ്. ഞാൻ ഇതിലേക്ക് ഈ കറുത്ത മുന്തിരി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ നമ്മുടെ കേക്കിലേക്ക് 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ആ 1 കപ്പിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഈ മുന്തിരിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനിയൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസും കൂടെ ചേർത്തിട്ട് വിസ്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ കേക്കിലേക്ക് ഞാൻ ആ കാരമൽ ചെയ്ത് വെച്ചിട്ടുള്ള പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ കേക്കിന് കുറച്ച് മധുരം കുറവാണ്. മധുരം കൂടുതൽ വേണമെന്നുള്ളവർ ഈ മുട്ട ബീറ്റ് ചെയ്യുന്ന ഈ ഒരു സമയത്ത് ഒരു 4 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഈ മുട്ട ബീറ്റ് ചെയ്തതിലേക്ക് 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ടയും ഓയിലൊക്കെ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. നമ്മൾ ആ മുന്തിരിയിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിന് ബാക്കി മൈദയാണ്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ജാതിക്ക പൊടിച്ചത്, 1/4 ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും നല്ലതുപോലെ നരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി മുട്ടയും ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒരു സ്പാച്ചില വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നമുക്ക് മിക്സ് ആക്കി എടുക്കാം. മിക്സ് ചെയ്യുന്ന ഈ ഒരു സമയത്ത് കേക്കിൻ്റെ ബാറ്റർ നല്ല തിക്കായിരിക്കും. അപ്പോൾ നമ്മൾ പഞ്ചസാര കാരമലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2-3 തവണയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുത്താൽ മതി. അങ്ങനെ എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ബ്ലാക്ക് റൈസിൻസ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഓവനിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓവൻ ഇല്ലാത്തവർക്ക് കുക്കറിലും ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 45 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ബേക്കിംഗ് ടിന്നൊന്ന് ടാപ്പ് കൂടി ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞു. കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ. അങ്ങനെ കേക്ക് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിന് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അങ്ങനെ ഈ ക്രിസ്മസിന് ഫ്രൂട്ട്സ് ഒന്നും സോക്ക് ചെയ്യാതെ നമുക്ക് സിമ്പിളായിട്ട് പ്ലം കേക്ക് റെഡിയാക്കി എടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ബന്ധുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കല്ലേ. വേറൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.